എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ചക്കക്കുരു തോരനാണ്. അടിപൊളി ടേസ്റ്റിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നൊന്ന് കണ്ടു നോക്കാം. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഇവിടെ കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് നീളത്തിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചക്കക്കുരുവാണ്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിലേക്ക് ഇതെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ അര ടീസ്പൂൺ അളവിന് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി, ഇനി ഒരു അര ടീസ്പൂൺ അളവിന് ഉപ്പുപൊടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു അടപ്പ് വെച്ച് നമുക്ക് അടച്ച് ഇതൊന്ന് വേകാനായിട്ട് വയ്ക്കാം. കുറച്ച് കഴിഞ്ഞ് ഞാനതൊന്ന് തുറന്ന് നോക്കി ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ശേഷം ഒന്നും കൂടെ ഒന്ന് തുറന്നു നോക്കി വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേറൊരു അടുപ്പിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. വെളുത്തുള്ളി ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഇത്രയും ചെറിയ ഉള്ളി, ഒരു അരമുറി തേങ്ങയിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിന് ജീരകവും, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമുക്കിതുപോലൊരു ഇടിയോരിലൊന്ന് ചതച്ചെടുക്കണം. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്താൽ മതി, അരിഞ്ഞിടുന്നതിനേക്കാളും ടേസ്റ്റ് ചതച്ചെടുക്കുന്നതാണ്. ഇതുമൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ജാറിലേക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഒരു ചട്ടി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടങ്ങ് വഴറ്റി കൊടുക്കട്ടെ. ഈ ഒരു പരുവത്തിൽ വഴതാൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയില്ലേ, ആ കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളിയുടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ തേങ്ങയുടെ എല്ലാം പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അന്നേരം തന്നെ നമ്മുടെ അരപ്പും ഇതിൽ കിടന്നങ്ങ് വേകുന്നതായിരിക്കും. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മളിത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തേങ്ങയും ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ ചക്കക്കുരുവും വെന്തല്ലായിരുന്നു. ഇനി ഇതങ്ങ് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം നമുക്ക് കാണാം. ബൈ.